ഇരിക്കൂ. എത്ര നാളായി ഞാനിത് കഴിക്കുന്നു. മുടങ്ങാതെ കണ്ണിൽ മരുന്നെഴുതുന്നു, ഭസ്മം വാരി നെറ്റിയിൽ പൂശുന്നു. എന്താ കാര്യം? കുറെ നാള് മുടങ്ങാതെ കഴിക്കണമെന്നല്ലേ വൈദ്യര് പറഞ്ഞിരിക്കുന്നത്? എനിക്കിതിൽ യാതൊരു വിശ്വാസവുമില്ല പാർവതി. അങ്ങനെ പറയരുതേ. എല്ലാം വിധിയാണ്. അല്ലെങ്കിൽ എന്റെ കാഴ്ച നഷ്ടപ്പെടണോ? എനിക്ക് വിശ്വാസമുണ്ട്, ഗുരുവായൂരപ്പൻ ഈ കണ്ണുകൾക്ക് വീണ്ടും കാഴ്ച തരുമെന്ന്. ആശ്രയിക്കുന്നവരെ ആ കരുണാമയൻ ഒരിക്കലും കൈവിടില്ല, തീർച്ച. വിധിയെ ഭസ്മവും ഭക്തിയും കൊണ്ട് തുടച്ചു മാറ്റാമെന്നാണോ നിന്റെ വിശ്വാസം? കഥയില്ലായ്മ. ഭക്തി കൊണ്ട് വിധിയെ തടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആര്? വൈദ്യരോ? ഇരിക്കൂ. വൈദ്യരെ, പരീക്ഷിത്ത് മഹാരാജാവിന്റെ കഥയറിഞ്ഞൂടെ? തക്ഷകൻ കടിച്ചു മരിക്കുമെന്ന ശാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ മഹാരാജാവ് കടലിൽ കൊട്ടാരം കെട്ടി ചുറ്റും കാവലേർപ്പെടുത്തി. എന്നിട്ടോ വിധി നടന്നില്ലേ? വിധി ഫലിക്കാതെ മറ്റൊരു കഥ അങ്ങോട്ട് പറയാം. സർപ്പദംശമേറ്റ് സിദ്ധി കൂടണമെന്നായിരുന്നു പാണ്ഡ്യരാജന്റെ വിധി. അതിൽ നിന്നും രക്ഷ കിട്ടിയത് എങ്ങനെയാ? ഭക്തി കൊണ്ട്. കരുണാവാരത്തിയായ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട്. ഒരു ദിവസം കൊട്ടാരൻ ജ്യോത്സ്യൻ രാജാവിന്റെ വിധിയെക്കുറിച്ചുള്ള ആ രഹസ്യം വെളിപ്പെടുത്തി. വിധിക്ക് പ്രതിവിധിയില്ലേന്ന് രാജൻ, വിധിയെ മാറ്റാൻ ബ്രഹ്മനും കഴിയില്ലെന്ന് ജ്യോത്സ്യൻ. രാജാവിന് എന്ത് ചെയ്യണമെന്ന് നിശ്ചയില്ലാണ്ടായി. ആ സമയത്ത് ഒരു ജ്ഞാനി നിർദ്ദേശിച്ചു, ഗുരുവായൂരിൽ പോയി ഭജനമിരുന്നാൽ മതിയെന്ന്. വാദച്ചാർത്തിന് മുമ്പ് തന്നെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിയാലോ? നാളെ അഷ്ടമിരോഹിണിയാണ്, ഭജനമിരിക്കാൻ പറ്റിയ ദിവസം. നാളെ മുതൽ 41 ദിവസത്തേക്ക് നാം ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ തന്നെ ഉണ്ടാവും. കൃഷ്ണ, ഇന്ന് നാം യാത്രയാകേണ്ട ദിവസമാണ്. ഈശ്വരഹിതമതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. കൃഷ്ണ, ഗുരുവായൂരപ്പ. എന്റെ ഗുരുവായൂരപ്പ, അങ്ങ് അടിയങ്ങളെയും പാണ്ഡ്യ നാടിനെയും രക്ഷിച്ചു. മന്ത്രി, ജ്യോത്സ്യനെ വിളിക്കൂ. ആരെവിടെ?
ജോത്സ്യനെ കൂട്ടിക്കൊണ്ടുവരൂ. പാമ്പ് കടിയേറ്റ് ഇന്നലെ മരിക്കേണ്ടിയിരുന്ന നാം ഇന്ന് ജീവിച്ചിരിക്കുന്ന മന്ത്രി അടിയെ. ഇവന്റെ കവടി സഞ്ചരിത്ത് കടലിറങ്ങിയവനെ കൽത്തുറങ്ങി നടക്കൂ. പ്രഭു ക്ഷമിക്കണം, അടിയന്റെ കണക്കുകൾ ഒരിക്കലും പിഴച്ചിട്ടില്ല. എങ്കിൽ നമ്മുടെ കാര്യത്തിൽ എങ്ങനെ പേര് സംഭവിച്ചു? വിധി നടന്നിരിക്കും, ഫലം ഉണ്ടായിട്ടില്ല. വിധി നടന്നു എന്നുള്ളതിന് തെളിവുണ്ട്. ഒരു നിമിഷം കൂടി അടിയന് തരൂ, അങ്ങയെ ഒന്ന് പരിശോധിക്കട്ടെ. നോക്കൂ തിരുമേനി, പാമ്പ് കടിച്ച പാടുണ്ട്. ഗുരുവായൂരപ്പ, അവിടുത്തെ കടാക്ഷം. അതാണ് ആശ്രിതവത്സലനായ ഗുരുവായൂരപ്പന്റെ മഹാത്മ്യം. അതുകൊണ്ട് ഉറച്ച വിശ്വാസത്തോടെ ഗുരുവായൂർ പോയി വചനേരിക്കുക. ഫലം നിശ്ചയം. ആ കാലടികളിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. കരുണ ചെയ്യാതിരിക്കില്ല. എനിക്ക് ആ വിശ്വാസം നശിച്ചു കഴിഞ്ഞു. അങ്ങനെ അങ്ങോട്ട് നിരാശനാകണ്ട കേട്ടോ. കുരുക്ഷേത്രത്തിൽ തളർന്നു വീണ അർജുനന് യുദ്ധം ചെയ്യാൻ ശക്തി കൊടുത്തത് ആരാ? സാക്ഷാൽ ശ്രീകൃഷ്ണൻ. ഭഗവാൻ ഈ കണ്ണിനും കാഴ്ച നൽകും, നിശ്ചയ. ആ സച്ചിദാനന്ദ മൂർത്തിയെ ഭജിച്ചാൽ സാധിക്കാതിരിക്കില്ല. ഏതിനും ഗുരുവായൂരേക്ക് പുറപ്പെടുക തന്നെ. വൈദ്യുതി തന്നെ പുറപ്പെടാനുള്ള സമയം കുറിച്ചോളൂ. ആവാം. കൃഷ്ണ, ഗുരുവായൂരപ്പ, നീ തന്നെ കാത്തുകൊള്ളണമേ. എന്താണ് ഞാൻ ഉണ്ണിയായിട്ടുള്ളപ്പോൾ പിന്നും ദുഃഖിക്കണോ? സാവിത്രി, എന്താ വിളിച്ചേ? സാവിത്രി ഇപ്പോ എന്തെങ്കിലും ശബ്ദം കേട്ടുവോ? ഞാൻ കേട്ടു. ഭഗവാൻ വന്ന് പറഞ്ഞു. എന്താ പറഞ്ഞെന്ന് വല്ല പിടിയുണ്ടോ? ഞാൻ ഉണ്ണിയായിട്ടുള്ളപ്പോ എന്തിനാ ദുഃഖിക്കണമെന്ന് ഞാൻ നല്ലോണം കേട്ടു. കൃഷ്ണാഷ്ടം ചൊല്ലിത്തീർന്നപ്പോ അടുത്തു വന്നാ പറഞ്ഞത്. ഉണ്ണി പോയില്ലേ, പകരം ഉണ്ണികൃഷ്ണനാ ഇനി നമ്മുടെ ഉണ്ണി. ആറ്റുനാട്ടുണ്ടായ എന്റെ ഉണ്ണി ചോറോണ ദിവസം തന്നെ ദൈവം തിരിച്ചു വിളിച്ചു. അതെനിക്ക് സഹിക്കാൻ കഴിയണില്ല. വ്യസനിക്കാതെ സാവിത്രി. പുത്രദുഃഖത്താൽ വലയുന്ന നമുക്ക് ഭഗവാൻ ഗുരുവായൂരപ്പന്റെ പാദപൂജ അഭീഷ്ടദായകമാണെന്ന് ഞാൻ കരുതുന്നു. ഭഗവാനെ, അങ്ങല്ലാതെ അടിയന് മറ്റാരും ആശ്രയമില്ലേ? കൃഷ്ണ.